കോഴിക്കോട് കൊടുവള്ളിയിൽ ജുവലറി ഉടമയെ ആക്രമിച്ച് സ്വർണം കവർന്ന കേസിൽ വൻ വഴിത്തിരിവ്. കവർച്ചയുടെ മുഖ്യ സൂത്രധാരൻ കടയുടമയുടെ സുഹൃത്തായ രമേശ് ആണെന്ന് പോലീസ് പറഞ്ഞു. രമേശ് ഉൾപ്പെടെ 5 പേരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. മോഷ്ടിച്ച സ്വർണവും കൊട്ടേഷൻ സംഘത്തിന് കൊടുത്ത 12 ലക്ഷം രൂപയും പോലീസ് പിടികൂടി. ആക്രമിക്കപ്പെട്ട കൊടുവള്ളി സ്വദേശി ബൈജുവിന്റെ കടയുടെ സമീപത്ത് തന്നെ ആഭരണ നിർമ്മാണ കട നടത്തുന്നയാളാണ് രമേശ്. ബൈജുവിന്റെ സുഹൃത്തു കൂടിയായ രമേശ് നൽകിയ കൊട്ടേഷൻ പ്രകാരമായിരുന്നു കവർച്ച. രമേശിനെ കൂടാതെ വിപിൻ, ഹരീഷ്, ലതീഷ്, വിമൽ എന്നിവരാണ് അറസ്റ്റിലായത്. ഇവരിൽ നിന്നും 1.3 കിലോ സ്വർണം പോലീസ് പിടിച്ചെടുത്തു. കൊട്ടേഷൻ സംഘത്തിന് കൊടുത്ത 12 ലക്ഷം രൂപയും പിടികൂടി. കവർച്ചയ്ക്ക് ശേഷം സംശയം തോന്നാതിരിക്കാൻ ആക്രമിക്കപ്പെട്ട ബൈജുവിനെ കണ്ട് രമേശ് സംസാരിച്ചിരുന്നു. വളരെ ആസൂത്രിതമായാണ് കവർച്ച നടത്തിയതെന്നും പോലീസ് പറഞ്ഞു. ഇത്രയും ഗോൾഡ് ക്യാരി ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ജേണിയെ പറ്റി കൃത്യമായിട്ടും വിവരമുള്ള ഒരാളാണ് സ്വാഭാവികമായിട്ടും ഇതിന്റെ പിന്നിലെന്ന് പോലീസിന് മനസ്സിലാവുകയും അതിലൂടെയാണ് ഈ കേസിന്റെ പ്രധാനിയായിട്ടുള്ള ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റവാളികൾ ഒരാളായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന രമേശിനെ പോലീസ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയാണ് സ്കൂട്ടറിൽ വീട്ടിലേക്ക് വരികയായിരുന്ന ബൈജുവിനെ ഇടിച്ചിട്ട ശേഷം കത്തികാട്ടി ഭീഷണിപ്പെടുത്തിയ സംഘം ബാഗിൽ സൂക്ഷിച്ച 2 കിലോയോളം സ്വർണവുമായി കടന്നു കളഞ്ഞത്. വ്യാജ നമ്പർ പ്ലേറ്റ് വെച്ച കാറിലായിരുന്നു പ്രതികൾ എത്തിയത്. CCTVകളും മൊബൈൽ ഫോണുകളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത്. പെരിന്തൽമണ്ണയിൽ ഉണ്ടായതിന് സമാനമായി കൊടുവള്ളിയിലും വൻ കവർച്ചയുണ്ടായത് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. എന്നാൽ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ പ്രതികളെ പിടികൂടാനായത് പോലീസിന് അഭിമാനമായി. ന്യൂസ് 18 കോഴിക്കോട്.